മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു റോഡ് പാണ്ടിയാട് പന്തപ്പള്ളി റോഡ് ജില്ലാ പഞ്ചായത്തെ ആസ്തിയിലുള്ള റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് ഫണ്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. വാർഡ് മെമ്പറുടെ ലെറ്റർ പേഡിൽ തന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്തേക്ക് ഇത് നന്നാക്കണം, ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. എന്നാൽ അതിന് ഇന്ന് വരെ ഒരു തീരുമാനം കിട്ടിയിട്ടില്ല. സമരം നടത്താനും നടന്നാളുകൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം, ഇതാ ഞങ്ങള് പരസ്യമായി ജനങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് ഈ റോഡിനകത്ത് പണം മുടക്കി ഈ റോഡ് നന്നാക്കാൻ ഇടവണ്ണ പഞ്ചായത്തിന് കഴിയണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിൽ നിന്ന് വിട്ടുതരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മലപ്പുറം ജില്ലാ പഞ്ചായത്തിനോട് വെല്ലുവിളിയായി ചോദിക്കാൻ ഇടവണ്ണ പഞ്ചായത്തിലെ CPM ഇടവണ്ണയിലെ പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറാവുകയാണ്. നിങ്ങൾക്ക് ഈ റോഡ് നന്നാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ റോഡ് ഞങ്ങളിതാ ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് തന്നെ വിട്ടു നൽകുന്നു എന്ന് നിങ്ങളുടെ ബോർഡ് യോഗം, പഞ്ചായത്ത് ഭരണസമിതി യോഗം, ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്തുകൊണ്ട് രേഖാമൂലം ഇത് ഇടവണ്ണ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ തയ്യാറായാൽ യാതൊരു സംശയവും വേണ്ട, അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഈ റോഡ് നന്നാക്കാൻ എത്ര പണമാണ് ആവശ്യം, ആ പണം വകയിരുത്തി ഈ റോഡ് നന്നാക്കാൻ ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകും. നമ്മുടെ റോഡിൽ കുണ്ടും കുഴിയും ഒന്ന് തീർക്കാൻ നോക്കണ്ടേ, ഒന്ന് തീർക്കാൻ നോക്കണ്ടേ. എവിടെ പോയി ജില്ലാ കമ്മിറ്റി, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ റോഡിൽ നമ്മളുണ്ടായിരുന്നു അത് വരില്ല. നമ്മുടെ റോഡിൽ കുണ്ടം കൊയ്യോ, ജില്ലാ പഞ്ചായത്ത് നോക്കുന്നില്ലേ, ജില്ലാ പഞ്ചായത്ത് കാണുന്നില്ലേ. അയ്യയ്യ ഇത് നാണക്കേട്, അയ്യയ്യ ഇത് നാണക്കേട്. CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്. റോഡ് ഉപരോധം സിന്ദാബാദ്, റോഡ് ഉപരോധം സിന്ദാബാദ്. പാണ്ടിയാട് റോഡ് ആകെ പൊളിഞ്ഞ് തൂഫാനായി കിടക്കണമെന്നുള്ളത് നമ്മുടെ നാട്ടുകാരായ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഇത് കുറേ കാലമായി ഇങ്ങനെ റോഡ് പൊളിഞ്ഞും തൂഫാനായി കിടക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പറെയും ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരിയെയും വിവരം അറിയിച്ചിട്ട് ഒരു വിവരവുമില്ല. ഇതിലേക്ക് പല പ്രാവശ്യം പരാതികൾ കൊടുത്തിട്ട് ഒരു തീരുമാനവും ഉണ്ടാവുകയോ ചെയ്തില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുകയും അതുപോലെ തന്നെ
ഭരണാധികാരിയെ അറിയിക്കുകയും ചെയ്തിട്ട് ഇതിനൊരു തീരുമാനവും ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു LDF സമരവുമായി ഉപരോധ സമരം നടത്താൻ തീരുമാനിച്ചത്. ഇതിന് ഒരു പരിഹാരം കാണുന്നതുവരെ സമരം എന്തു തന്നെയായാലും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറി ജാഫറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LC മെമ്പർമാരായ മുഹമ്മദ് അലിയും കരിയോറും ബാബു പരിപാടി സമരപരിപാടിയുടെ അധ്യക്ഷ പാണ്ഡ്യാട് വാർഡ് മെമ്പർ ജിജിന, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ജാഫർ, ഏരിയ കമ്മിറ്റി അംഗം സഖാവ് റഹീം, ഈ ബ്രാഞ്ചിന്റെ സെക്രട്ടറി സഖാവ് മാനു, പ്രിയപ്പെട്ട സഖാക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാണ്ഡ്യാട് പാർട്ടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടി ഈ റോഡിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കേരള സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നമ്മുടെ നാട്ടിലെ വിവിധ റോഡുകൾ പല വിധത്തിൽപ്പെടുന്ന പഞ്ചായത്തുകളുടെ അധീനതയിലാണുള്ളത് എന്ന് നമുക്കറിയാം. ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ ഉടമസ്ഥതയിൽ ഇവയുടെയൊക്കെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ. എന്നാൽ PWD റോഡുകൾ അതിന് പുറമെയായിട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇന്ന് ഈ സമരത്തിന് ആധാരമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇവിടെ പന്തപ്പള്ളിയിൽ നിന്ന് തുടങ്ങി പാണ്ഡ്യാട് വരെ എത്തിച്ചേരുന്ന ഈ റോഡിൽ അയിന്തൂർ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന ആ റോഡിന്റെ ജംഗ്ഷൻ വരെ വളരെ നാളുകളായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്തപ്പള്ളി മുതൽ അയിന്തൂർ വഴി ചമ്പക്കുത്ത് വരെ റോഡ് നന്നാക്കിയപ്പോഴും ഈ ഭാഗം ആ പദ്ധതിയിലും ഉൾപ്പെടുത്താതെ അവഗണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ജിജിന ഇവിടെ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പഞ്ചായത്ത് ബോർഡിന് മുമ്പാകെയും പാർട്ടിയുടെ മുമ്പാകെയും ഒക്കെ നിരന്തരമായി ഈ റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ശ്രമം ഇതിനുവേണ്ടി നടത്തുകയുണ്ടായി. നമുക്കറിയാം, ആദ്യം ഈ റോഡ് പൂർണ്ണമായി തകർന്ന് ഒരു മോട്ടോർ സൈക്കിളിനോ ഒരു സൈക്കിളിനോ പോലും പോകാൻ കഴിയാത്ത നിലയിൽ, കാൽനട യാത്ര പോലും അസഹ്യമായ ഒരു സാഹചര്യത്തിൽ ഈ റോഡിൽ കുറച്ച് പാറപ്പൊടി അടിച്ചിട്ട് കോറി വേസ്റ്റ് അടിച്ച് ഓട്ടമൊക്കെ നടച്ച് വലിയ കുഴികളൊക്കെ ഒന്ന് നികത്തി അത്യാവശ്യം വാഹനം പോകാനുള്ള സൗകര്യം ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കുകയുണ്ടായി. അപ്പൊ ഗ്രാമപഞ്ചായത്തിന് പദ്ധതിയിൽ ഉൾപ്പെടുത്താതെ ആ രീതിയിൽ റോഡ് നന്നാക്കാൻ വേണ്ടി ചെലവഴിക്കാവുന്ന പരമാവധി തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ആ 10,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ റോഡിൽ കോറി വേസ്റ്റ് അടിക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അത് ഏതാണ്ട് 20,000 രൂപയിൽ കൂടുതൽ അതിനുവേണ്ടി ഇവിടുത്തെ CPIM പ്രവർത്തകരൊക്കെ തന്നെ പണം സ്വരൂപിച്ചുകൊണ്ട് ചെലവഴിക്കുകയുണ്ടായി. അങ്ങനെ റോഡിൽ കോറി വേസ്റ്റ് ഇട്ട് അത്യാവശ്യം റോഡ് ലെവലാക്കി ചളിയും കുഴിയും ഒക്കെ ഒന്ന് നിവർത്തി ഇതിന്റെ പണത്തിനു വേണ്ടി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഇതിന് പൈസ തരാൻ പറ്റില്ല. പഞ്ചായത്ത് റോഡിൽ നിങ്ങൾ 10,000 രൂപ വരെ ചെലവഴിക്കാമെങ്കിലും പാണ്ഡ്യാട് പന്തപ്പള്ളി റോഡ് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ റോഡല്ല, അതുകൊണ്ട് നിങ്ങൾ ചെലവഴിച്ച പണം നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുള്ള മറുപടിയാണ് പഞ്ചായത്തിലെ AIയിൽ നിന്നും അതേപോലെ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാർ പഞ്ചായത്ത് മെമ്പർ ജിജിനയുമൊക്കെ അതിന്റെ പിന്നാലെ ഒരുപാട് പ്രയാസപ്പെട്ട് ആ പണം കിട്ടുന്നതിന് വേണ്ടി നടക്കുകയുണ്ടായി. അവസാനം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലാണ് ഈ റോഡ് ഉൾപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ജില്ലാ പഞ്ചായത്തിന് കത്തയക്കുകയും പഞ്ചായത്തിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ ഒരു കത്തയക്കുകയും ആ പണം ചെലവഴിച്ചിട്ട ആളുകൾക്ക് അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ജില്ലാ പഞ്ചായത്ത് നൽകണം എന്നാവശ്യപ്പെട്ട് എത്രയോ നാൾ
അതിനുവേണ്ടി കാത്തിരുന്നതിന് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ജില്ലാ പഞ്ചായത്ത് ആ പണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മതം പോലും തരാൻ വേണ്ടി തയ്യാറാണ്. നന്നാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അംഗത്തിന്റെ മുൻകൈയിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ എടവണ്ണ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ നമ്മൾ പണം വകയിരുത്തുകയുണ്ടായി. 10 ലക്ഷം രൂപ ഈ റോഡിന്റെ നവീകരണത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് നന്നാക്കണം എന്ന് തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴും നേരത്തെ ഉണ്ടായ അതേ തടസ്സം അപ്പോഴും ഉണ്ടാവുകയാണ്. പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടാത്ത ഈ റോഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ചെലവഴിക്കാൻ സാധ്യമല്ല എന്നുള്ള നിലപാട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കേണ്ടി വന്നു. അത് ന്യായമായ നിലപാടാണ്. കാരണം ചെലവഴിക്കുന്ന പണം പിന്നീട് അവരിൽ നിന്നും ഈടാക്കുന്ന അവസ്ഥ ഓഡിറ്റിന്റെ സമയത്ത് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർ അത് സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായില്ല. അവസാനം പദ്ധതിയിൽ നിന്ന് ആ പണം എടവണ്ണ പഞ്ചായത്തിന് ഒഴിവാക്കേണ്ടി വന്നു. കാരണം ആ പണം ലാപ്സായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ആ പണം ലാപ്സായി പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ അതിൽ നിന്ന് ആ പണം ഒഴിവാക്കേണ്ട ഗതികേടിലേക്കാണ് പഞ്ചായത്ത് എത്തിച്ചേർന്നത്. അന്ന് ആ ഫണ്ട് വകയിരുത്തിയപ്പോഴും ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിക്ക് വേണ്ടി എടവണ്ണ പഞ്ചായത്തിൽ നിന്ന് കത്തെഴുതുകയുണ്ടായി. നിരവധി തവണ ജില്ലാ പഞ്ചായത്തുമായി ഗ്രാമപഞ്ചായത്ത് മെമ്പറും പാർട്ടി പ്രവർത്തകരും എല്ലാം ബന്ധപ്പെട്ടിട്ടും അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി അവർ തയ്യാറായില്ല. 2024 മാർച്ച് മാസത്തോടുകൂടി ആ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ അവസാനിക്കുകയാണ്. ആ മാർച്ച് മാസത്തിന് മുമ്പായി അനുമതി കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് നന്നാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നുള്ളൂ. ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയ പണം പോലും ചെലവഴിക്കാനുള്ള അനുമതി നൽകാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തയ്യാറായില്ല എന്നുള്ള ഏറ്റവും സങ്കടകരമായ സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായത്. അതിനിടയിലാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ ചില ആളുകൾ ഈ റോഡിൽ കുഴിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാനും വാഴ വെക്കാനും ഒക്കെ തയ്യാറായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടായത്. ആ ആളുകളൊക്കെ ഇന്നും ഒരുപക്ഷെ ഈ നാട്ടിലുണ്ടാകും. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഈ പ്രദേശത്തെ പ്രവർത്തകന്മാർ. അവരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയെങ്കിലും ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഒരു വാഴ വെക്കാൻ, ഇവിടെ കുറച്ച് കവുങ്ങുണ്ടൈ നടാൻ, പറ്റുമെങ്കിൽ 4 തെങ്ങുണ്ടൈ വെക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്നുള്ളതാണ്. കാരണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുടക്കാൻ തയ്യാറായ പണം പോലും ചെലവഴിക്കാൻ സമ്മതിക്കാതിരിക്കുകയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് എഴുതി തയ്യാറാക്കിയ മറുപടി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് നൽകുകയുമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചെയ്തത്. ഞങ്ങൾ ചോദിക്കട്ടെ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കയ്യിൽ പണമില്ലേ? മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കയ്യിൽ ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതിന് വേണ്ടി പണമില്ലേ? എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, നമുക്കറിയാമല്ലോ ഇടവണ്ണ പഞ്ചായത്തിനകത്ത് ഗ്രാമപഞ്ചായത്ത് മാത്രമാണല്ലോ ഇടതുപക്ഷം ഭരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു ടേമായി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന് മുകളിലുണ്ട്. ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇടവണ്ണക്കാരി തന്നെയായ പത്തായക്കോണം ഷംസുവിന്റെ ഭാര്യ റുക്കിയ ഷംസു ആണല്ലോ. ഇടവണ്ണയിലെ തലതൊട്ടപ്പന്മാരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരല്ലേ. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുസ്ലിം ലീഗല്ലേ. ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഫണ്ട് ലഭിക്കുന്നില്ലേ വർഷാവർഷം? മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓരോ വർഷവും പദ്ധതി തയ്യാറാക്കുമ്പോൾ റോഡുകൾ നന്നാക്കുന്നതിന് വേണ്ടി അതിനകത്ത് പണം വകയിരുത്തുന്നില്ലേ? അങ്ങനെ വകയിരുത്തുന്ന പണത്തിൽ പാണ്ഡ്യാട് വാർഡിനെ മാത്രം തഴയാൻ തക്കതായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ വാർഡിനകത്ത് ജയിച്ചു പോയത് ഒരു ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ മെമ്പറായി പോയി എന്നുള്ളത് മാത്രമാണ്. രാഷ്ട്രീയമായ കാരണങ്ങളാൽ വിവേചനപൂർവ്വം ഈ നാട്ടിലെ ജനങ്ങളെ അവഗണിക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി തവണയായി ആവശ്യപ്പെട്ടിട്ടും തനിക്ക് ലഭിക്കുന്ന ഒരു വർഷത്തെ പദ്ധതിയിൽ നിന്ന് ഒരു ലേശം പണമെങ്കിലും പൂർണ്ണമായി നന്നാക്കാൻ കഴിയില്ലെങ്കിൽ പകുതി നന്നാക്കാനുള്ള പൈസയെങ്കിലും ഈ വർഷം ഇതാ ഞാൻ വെച്ചിരിക്കുന്നു, അടുത്ത വർഷം ബാക്കി തരാം എന്ന് പറയുന്നതിൽ ഒരു മര്യാദയുണ്ടല്ലോ. അതിന് പോലും തയ്യാറാകാതെ ഈ റോഡിനകത്തേക്ക് നയാ പൈസ ചെലവഴിക്കാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തയ്യാറല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന നിലപാടാണ് എഴുതി തയ്യാറാക്കിയ മറുപടി വഴി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്ന സമീപനം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായത്.
നമുക്കറിയാം ഇടവണ്ണ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത്, അതേപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം, അതിനപ്പുറത്തേക്ക് MLA, അതുകൂടാതെ MP, ഇതെല്ലാം ഉള്ളത് UDFന്റെ കയ്യിലാണ്. ഇവർക്കെല്ലാം വർഷാവർഷം പ്രാദേശിക വികസന ഫണ്ട് ലഭിക്കുന്നുണ്ട്. MLAക്ക് ലഭിക്കുന്ന ഫണ്ടിന്റെ ഒരു നയാ പൈസയെങ്കിലും ഇവിടെ വെക്കാൻ തയ്യാറുണ്ടോ? നമുക്കറിയാമല്ലോ, ഈ ഇടവണ്ണ പഞ്ചായത്തിനകത്ത് കല്ലിടുമ്പ് വാർഡിൽ ഒരു റോഡ് നന്നാക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ ഭരണസമിതി UDFന്റെ മെമ്പർ പ്രതിദാനം ചെയ്യുന്ന കല്ലിടുമ്പ് വാർഡിൽ നമ്മുടെ സഖാവ് റഹീമിന്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് തകർന്നപ്പോ അവിടെയുള്ള ജനങ്ങളാകെ ഒരു നിവേദനം തയ്യാറാക്കി പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകി. ഈ റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ, കഴിഞ്ഞതിന് മുമ്പത്തെ 2022-23 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി ആ റോഡ് നന്നാക്കാൻ 5 ലക്ഷം രൂപ. അങ്ങനെ ആ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്താൻ വേണ്ടി ഫണ്ട് വകയിരുത്തിയപ്പോ നമ്മുടെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിക്കെതിരായി ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ മലപ്പുറം ജില്ലയിലെ DPCക്ക് ഒരു പരാതി നൽകുകയാണ്. എന്താ പരാതി? പരാതിയിൽ പറയുന്നത്, എന്റെ വാർഡിനകത്ത് ഞാനറിയാത്ത, എന്റെ ഗ്രാമസഭയിൽ ആരും ഉന്നയിക്കാത്ത ഒരു റോഡ് നന്നാക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇടവണ്ണ പഞ്ചായത്തിന്റെ ഈ വർഷത്തെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകരുത് എന്ന് കല്ലിടുമ്പിലെ മെമ്പർ തന്റെ ലെറ്റർ ബോർഡിൽ പരാതി എഴുതി മലപ്പുറം ജില്ലാ DPCക്ക് സമർപ്പിക്കുകയാണ്. DPCയാണ് പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടത്. അതിന്റെ ഭാഗമായി ഇടവണ്ണ പഞ്ചായത്തിന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് മാറ്റിവെച്ചു. തുടർന്ന് രാഷ്ട്രീയമായ ഇടപെടലിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ MLA, ഏറനാട് MLA കല്ലിടുമ്പിലെ ആ റോഡിന് തന്റെ MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തി. ആ 10 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ആ റോഡിന്റെ പ്രവൃത്തി ഇപ്പൊ നടന്നു. അപ്പോ ഗ്രാമപഞ്ചായത്തിന് ഫണ്ട് വെക്കാൻ കഴിയുന്ന, ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ട ഒരു റോഡിന് ഇടവണ്ണ പഞ്ചായത്ത് ഫണ്ട് വെച്ച് അത് നന്നാക്കാൻ തീരുമാനിക്കുമ്പോ അത് എന്നോട് ചോദിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിന്റെ പദ്ധതിയാകെ മുടക്കാൻ നടക്കുന്ന ഈ നാട്ടിലെ ലീഗുകാരും കോൺഗ്രസുകാരും, എന്നാൽ പാണ്ഡ്യാട് വാർഡിനകത്ത് പഞ്ചായത്തിന് പദ്ധതി വെക്കാൻ കഴിയാത്ത ഒരു റോഡിൽ 10 ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് നന്നാക്കാനുള്ള അനുമതി മാത്രം ജില്ലാ പഞ്ചായത്തിനോട്. ഇവിടെ വാഴക്കാരും സമരം നടത്താനും നടന്ന ആളുകൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം, ഇതാ ഞങ്ങള് പരസ്യമായി ജനങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് ഈ റോഡിനകത്ത് പണം മുടക്കി ഈ റോഡ് നന്നാക്കാൻ ഇടവണ്ണ പഞ്ചായത്തിന് കഴിയണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിൽ നിന്ന് വിട്ടുതരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മലപ്പുറം ജില്ലാ പഞ്ചായത്തിനോട് വെല്ലുവിളിയായി ചോദിക്കാൻ ഇടവണ്ണ പഞ്ചായത്തിലെ CPM ഇടവണ്ണയിലെ പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറാവുകയാണ്. നിങ്ങൾക്ക് ഈ റോഡ് നന്നാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ റോഡ് ഞങ്ങളിതാ ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് തന്നെ വിട്ടു നൽകുന്നു എന്ന് നിങ്ങളുടെ ബോർഡ് യോഗം, പഞ്ചായത്ത് ഭരണസമിതി യോഗം, ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്തുകൊണ്ട് രേഖാമൂലം ഇത് ഇടവണ്ണ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ തയ്യാറായാൽ യാതൊരു സംശയവും വേണ്ട, അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഈ റോഡ് നന്നാക്കാൻ എത്ര പണമാണ് ആവശ്യം, ആ പണം വകയിരുത്തി റോഡ് നന്നാക്കാൻ ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകും. അതാണ് വർത്താനം. അതിന് തയ്യാറുണ്ടോ? അല്ലാതെ ഇവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഈ റോഡിന്റെ ഉടമസ്ഥരാരാണ്? ഇത് ആരുടെ ആസ്തിയിൽപ്പെട്ടതാണ്? ആരാണ് ഈ റോഡ് നന്നാക്കേണ്ടത് എന്ന് പോലും തിരിച്ചറിയാതെ ഇതെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെക്കാനും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറെ അപകീർത്തിപ്പെടുത്താനും വേണ്ടി അവസരമായി എന്ന് കരുതുന്ന ഈ നാട്ടിലെ കോൺഗ്രസും ലീഗും ഈ നാട്ടിലെ ജനങ്ങളോട് ഇതിന് മറുപടി പറയാൻ തയ്യാറാകണം. അതുകൊണ്ട് ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ സംസാരിക്കാൻ മറ്റ് സഖാക്കളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉപരോധ സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾ ഈ വസ്തുതകൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥാപനമല്ല. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ചെലവഴിക്കുന്നത് സംസ്ഥാന ബജറ്റിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കാകെ നൽകുന്ന പണം മലപ്പുറം ജില്ലാ പഞ്ചായത്തിനും ഒരു നയാ പൈസയുടെ കുറവില്ലാതെ ലഭിക്കുന്നുണ്ട്.
അങ്ങനെ ലഭിക്കുന്ന പദ്ധതി ഉയർത്തി റോഡുകളുടെ മെയിൻ്റനൻസിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കപ്പെടുന്ന പണമുണ്ട്. അങ്ങനെ റോഡുകളുടെ മെയിൻ്റനൻസിന് മാത്രമായി മാറ്റിവെക്കപ്പെടുന്ന കോടിക്കണക്കിന് വരുന്ന രൂപയിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപയെങ്കിലും പാഞ്ചാട് റോഡിന് മാറ്റിവെക്കാൻ തയ്യാറില്ലാത്ത ഈ റോഡിന്റെ അവകാശ വട്ടിപ്പാറായി കൈവശം വെക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ മലപ്പുറം ജില്ലാ പഞ്ചായത്തും എല്ലാം. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാനും വരും നാളുകളിലും ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറും ഈ നാട്ടിലെ CPM എന്ന പ്രസ്ഥാനവും തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉപരോധ സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ CPM സ്വീകരിക്കുന്ന നിലപാടിനൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ദീർഘനാളായുള്ള ഒരു ആവശ്യം നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിക്കണമെന്നും ഈ സമരത്തിന് സർവാത്മക പിന്തുണ നൽകണമെന്നും മാത്രം വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ സംഭരിക്കുന്നു. ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു റോഡ് പാണ്ടിയാട് പന്തപ്പള്ളി റോഡ് ജില്ലാ പഞ്ചായത്തെ ആസ്തിയിലുള്ള റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് ഫണ്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. വാർഡ് മെമ്പറുടെ ലെറ്റർ പേഡിൽ തന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്തേക്ക് ഇത് നന്നാക്കണം, ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. എന്നാൽ അതിന് ഇന്ന് വരെ ഒരു തീരുമാനം കിട്ടിയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ നടന്നു പോകാൻ തന്നെ വളരെയേറെ പ്രയാസപ്പെടുന്ന ഒരു റോഡാണ് ഇപ്പോൾ ഈ ഒരു പാണ്ടിയാട് ഭാഗത്തുള്ളത്. കുട്ടികൾക്കായാലും ഒരു വണ്ടി പോകാനും വളരെയേറെ പ്രയാസമാണ് ഉള്ളത്. അതിനുള്ള ഈ ഒരു പ്രതിഷേധ സമരത്തിന് നിങ്ങളെല്ലാവരും രാഷ്ട്രീയമോ ജാതിയോ ഒന്നും നോക്കാതെ തന്നെ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് നമുക്ക് ആവശ്യം നമ്മുടെ റോഡ് നന്നാക്കുക എന്നതാണ്. അതിനുവേണ്ടി എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പറയുന്നതിന് വേണ്ടിയിട്ട് ബ്രാഞ്ച് അംഗം ഉണ്ണിയെ ക്ഷണിക്കും. സഹാക്കളെ, നമ്മൾ ഈ നടത്തിയ ഉപരോധ സമരത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഇവിടെ സഖാവ് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി വൈകിയ വേളയിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച നമ്മുടെ LC മെമ്പർ PK മുഹമ്മദ് അലൈക്ക് നമ്മുടെ ബ്രാഞ്ചിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള LC സെക്രട്ടറി സഖാവ് ജാഫർ, ഏരിയ കമ്മിറ്റി അംഗം സഖാവ് റഹീം, അതുപോലെ തന്നെ സഖാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങുകൾ അവസാനിച്ചിട്ട് അറിയിച്ചുകൊള്ളുന്നു. അഭിവാദ്യങ്ങൾ.